ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നതേ സൗത്ത് ഇന്ത്യ ബീച്ച് സൈഡാട്ടാ. ഒരു ഔട്ടർ പ്ലേസ് ആണ്. ഞാൻ അവിടെ മുന്നേ 2 വർഷം മുന്നേ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഇപ്പോൾ ഓഫായതുകൊണ്ട് ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു 6-7 ഡിഗ്രിക്കാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ 4 മണിക്കാകുമ്പോൾ സൺസെറ്റ് ആവും. അപ്പോൾ അതിന് മുന്നേ പോയി കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ. അപ്പോൾ ഇതാട്ടാ നമുക്ക് പോകാനുള്ള നമ്മുടെ ട്രെയിൻ. സീറ്റൂസ് തന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇത് സൗത്ത് ഇന്ത്യ പോകാനുള്ള നമ്മുടെ ട്രെയിൻ. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ടാ. ഈ സൈഡിൽ കാണുന്ന ഈ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ, നല്ല അടിപൊളി കേട്ടോ. അടിപൊളി പച്ചപ്പും കാണാൻ നല്ല ഭംഗിയാണ് ഈ ട്രെയിനിൽ പോകുമ്പോൾ സൈഡിൽ കാണുന്ന കാഴ്ചകൾ. നമ്മൾ ഈ ട്രെയിനിൽ പോകുമ്പോൾ ഈ സൈഡിൽ കൂടെ കാണുന്ന കാഴ്ചകളൊക്കെ അടിപൊളിയായിട്ടാ. അത് രക്ഷയില്ല. ചില ഏരിയാസൊക്കെ വരുമ്പോഴല്ലോ നമുക്ക് അടിപൊളി വ്യൂ ആണ്. പ്രത്യേകിച്ച് ഈ ഔട്ടർ പോലുള്ള പ്ലേസ് എന്ന് പറയുന്നത് ഏകദേശമൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ആളെ അപ്പുറത്തെ സീറ്റിൽ ഇരിപ്പാട്ടാ, വിൻഡോ സൈഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്കും വിൻഡോ സൈഡ് വേണമെന്നുള്ളതാണ് ഞാൻ ഇപ്പുറത്തിരുന്നു. പിന്നെ ഈ സൈഡ് കണ്ടില്ലേ, ഈ ബോട്ടുകളൊക്കെ നിർത്തിയിട്ടാണ് കണ്ടില്ലേ, നമ്മുടെ ഈ കായലിൽ നിർത്തിയിട്ട പോലെ നമ്മുടെ കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ തന്നെ. അത് ഈ റൈറ്റ് സൈഡിലാട്ടോ, ഈ ഭാഗത്ത്. ഇതൊക്കെ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. കണ്ടില്ലേ, പച്ചപ്പങ്ങട് നിറഞ്ഞ് നിൽക്കണേ. അതിൻ്റെ സെൻട്രലായിട്ട് വേണ്ട ഒരു ഗോപുരം നിൽക്കണ കാണാൻ തന്നെ ഒരഴകാണ്. അങ്ങനെ ഏകദേശം നമ്മുടെ ഏരിയ എത്താറായിട്ട് കേട്ടോ. നമ്മുടെ സദൺ സെൻട്രൽ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനാണ് നമ്മളെ. അപ്പോൾ അടുത്ത സ്റ്റോപ്പാട്ടോ നമ്മുടെ. അപ്പോൾ ഏകദേശം കണ്ട ആ ഒരു കായൽ പോലെയൊക്കെ കണ്ടില്ലേ, എന്താ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആട്ടോ കാണാൻ. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. അപ്പോൾ നമുക്ക് എത്തേണ്ട സ്റ്റേഷൻ എത്തിട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് കിടക്കണം. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രീറ്റ് ആട്ടോ. അപ്പം നമ്മളിപ്പോൾ പാർക്കിംഗ് സ്ട്രീറ്റ് എല്ലാ ഏരിയകളിലും അവരുടേതായ ഒരു സ്ഥലത്ത് സ്ട്രീറ്റ് ഉണ്ടാവും. അവിടെ ഫുള്ള് ഇപ്പോൾ ക്രിസ്മസിൻ്റെ വരാൻ പോകുന്ന ചെറിയ ചെറിയ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ഷോപ്പും കാര്യങ്ങളുണ്ട്. അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. കണ്ട അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട്. ഇവിടെ നടക്കുന്നുണ്ടല്ലോ ഈ പ്രാവുകള്, എന്ത് ചെയ്താ അവിടെ അനങ്ങില്ല. നമ്മൾ ചവിട്ടാൻ പോവാന്ന് പറഞ്ഞാലും ചവിട്ടിക്കോന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ട അപ്പ പറക്കും. ഇവിടെ കണ്ടില്ലേ ഇഷ്ടം പോലെ നിരത്ത് കിടന്ന് നടക്കുന്നു.
ആശാത്തി ഇവിടെ ഇവിടെ നിന്ന് ഓരോ സാധനങ്ങളുടെ വിലയൊക്കെ നോക്കണ്ടിട്ടാ. വാച്ച്, ഡയമണ്ട് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതാ ക്രിസ്മസ് വരാൻ പോകുന്ന കാരണം കൊണ്ട് തന്നെ അതാ ഈ ഒരു ഷോപ്പ് കംപ്ലീറ്റ് ഈ ക്രിസ്മസിൻ്റെ സാധനങ്ങൾ മാത്രമല്ല കേട്ടോ. കാർട്ട്, പിന്നെ കണ്ടില്ലേ ഇഷ്ടം പോലെ ഗിഫ്റ്റുകൾ, ക്രിസ്മസ് ട്രീ, എന്തൊക്കെയാ നമ്മൾ ഒരുപാട് സാധനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോകുന്ന അത്രയും സാധനങ്ങൾ ഈ കടയിലുണ്ട്. കണ്ടില്ലേ ബാഗുകൾ വരെ അതിൻ്റെ തീമിലാണ് വന്നേക്കണത്. ഇത് ഓട്ടോമാറ്റിക് ആണ്, സെൻസറാണ്. ജസ്റ്റ് വിഷു മെരി ക്രിസ്മസ് എന്നുള്ള പാട്ടൊക്കെ പാടി ആശാന അങ്ങനെ നിൽക്കും. ഇനിയിപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാൻ പോകാട്ടോ. ഇത് അങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് പോകുന്നൊരു ഏരിയ ആണ്. ഈ ബീച്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ബീച്ചൊന്നും അല്ല കേട്ടോ. ഇതൊരു പെബിൾ ബീച്ചാണ്. ഒരു കായൽ പോലൊക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അത്ര വലിയ തിരമാലകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ കാണിച്ചു തരാം. ഇതാ അന്നേരം കാണുന്ന കേട്ടോ നമ്മുടെ ബീച്ച് പരന്നങ്ങ് കിടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നപ്പോൾ അത്യാവശ്യം നല്ല ഏരിയ കേട്ടോ. അതായത് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗി. പിന്നെ ആ വഴിയായാലും കണ്ടില്ലേ, കാണുന്ന ബീച്ചാട്ടോ നമ്മുടെ. അതിന് തൊട്ടടുത്ത് തന്നെ ചെറിയൊരു കാർണിവൽ പോലെ സെറ്റപ്പൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വിൻ്റർ ആയതുകൊണ്ട് അതൊന്നും ഓപ്പൺ അല്ല. കണ്ടില്ലേ, കാണാൻ നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പുണ്ട്. പിന്നെ അതാ ആ ഗ്ലാസ് ഇട്ട ബ്രിഡ്ജ് കണ്ട, ഈ വഴി നമ്മൾ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് താഴേക്ക് ഇറങ്ങാനുള്ള ലിഫ്റ്റുണ്ട്. പക്ഷേ ഇതിവിടേക്ക് എല്ലാവരും വരും. ഈ സമ്മർ ടൈമിലൊക്കെ നല്ല തിരക്കായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഇട്ട ഈ ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ, ഇവിടെയാണ് ഒരുപാട് പേര് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്നിട്ടുള്ളത്. നമ്മളും അന്ന് കഴിഞ്ഞ വട്ടമൊക്കെ വന്നപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഫോട്ടോ ഒക്കെ എടുത്തത് കേട്ടോ. അതല്ലേ കാർണിവലിൽ അവിടെ നിന്നിട്ട് ഇവിടെ വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല ലെങ്ത്താണ് ആ റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതാ നേരെ കാണുന്നത് ലിഫ്റ്റാണ്. അതിൻ്റെ അപ്പുറത്തോടെ പോയിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ആ ഒരു ഏരിയ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ മെയിൻ ഏരിയ എന്നുള്ളൊരു വ്യൂ. ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ആ റൗണ്ടായിട്ടുള്ള മുകളിൽ നിന്നുള്ള വ്യൂ ഇതാണ്. കണ്ടില്ലേ, അടിപൊളി. ആ സൂര്യനും ബീച്ചും മേഘങ്ങളും അടിയിൽ കാർണിവൽ റൈഡും കാര്യങ്ങളൊക്കെ. സമ്മർ ആണെങ്കിൽ ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും. ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തിരക്ക് കുറവാണ്.
അങ്ങനെ നമ്മളിപ്പോൾ ലിഫ്റ്റ് ഇറങ്ങി താഴേക്ക് എത്തിയിട്ടാ. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഏരിയ, നമ്മളെ മോളിൽ നിന്ന് കണ്ട വ്യൂ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്ട്രേറ്റ് നടന്നു കഴിഞ്ഞാൽ ബീച്ചിൻ്റെ ഒരു ഏരിയയിലേക്ക് എത്തും. ഇത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന ഏരിയ കേട്ടാ. ഈ പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഗെയിംസൊക്കെ കളിക്കും മാളുകളിലൊക്കെ. ഇതിപ്പോൾ ഗെയിമിന് വേണ്ടി മാത്രം ഉണ്ടായി വെച്ചുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ആ ലെഫ്റ്റ് സൈഡിലും ഉണ്ട് അതേപോലെ തന്നെ. പിന്നെ ഇതൊക്കെ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻ്റൊക്കെയാണ്. പക്ഷേ ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, കാരണം ആൾക്കാരില്ല, തിരക്കില്ല. അതാണ് മെയിൻ കാര്യം. മുൻപൊക്കെ ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടല്ലോ, അത് കുറച്ച് സമ്മർ ടൈം ആയിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അപ്പോൾ ഇത്തവണ നോക്കിയാൽ ഒരാളില്ല ഈ ഭാഗത്ത്. അന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കും പിന്നെ ഇവിടേക്ക് ഇറങ്ങാനും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതേ ഇവിടെ അങ്ങനെ ആരും ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങോട്ട് കടക്കാനും പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ ആ ഒരു ഡോർ ക്ലോസ്ഡ് എന്നാണ് എഴുതി വെച്ചേക്കണത്. അപ്പോൾ അത് കാരണം പിന്നെ നമ്മൾ അങ്ങോട്ട് കടക്കാനും പോയില്ല. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വന്ന് കടന്നിട്ട് പിന്നെ ഫൈൻ അടിച്ച് കിട്ടണ്ടല്ലോ എന്ന് വെച്ചിട്ട് കണ്ടില്ലേ. നമ്മുടെ ഈ ഇതല്ല സാൻഡ് ബീച്ചല്ല, അതൊരു പെബിൾ ബീച്ചാണ്. പിന്നെ ബീച്ച് എന്ന് പറയാൻ മാത്രം അങ്ങനെ തിരുമലയുള്ള ഒരു ടൈപ്പൊന്നല്ല, ഒരു ചെറിയൊരു കായൽ പോലെ ഉള്ളൊരു സെറ്റപ്പ് കണ്ടില്ലേ. ഇതാണ് നമ്മുടെ സൗത്ത് എൻഡ് ബീച്ച് കേട്ടോ. സ്റ്റെപ്പ് ഉണ്ട്. സംഭവം ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ആൾക്കാർ നമ്മുടെ നാട്ടിലത്തെ ബീച്ചൊക്കെ കണ്ടിട്ട് ഇത് വന്ന് കാണുമ്പോണ്ടല്ലോ പ്രത്യേകിച്ചും തോന്നി. പിന്നെ എല്ലാ ബീച്ചും കാണാൻ ഏകദേശം ഈ ഒരു വ്യൂ ഒക്കെ തന്നെ. പിന്നെ ഇവിടെ അത് കാരണം കൊണ്ട് തന്നെ നമുക്ക് ഇറങ്ങാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമുക്ക് തോന്നൂല. നമ്മുടെ നാട് തിരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി കുളിച്ച് തിമിർക്കാൻ തോന്നും. ഇപ്പം കണ്ടില്ലേ, ജസ്റ്റ് ഒരു കായൽ വന്നടിക്കുന്ന പോലെ ഒരിത്. വലിയ എയിമൊന്നും പറയാനില്ല. അതുകൊണ്ട് ഇപ്പം പിന്നെ വിൻ്ററായ കാരണം കൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ് കേട്ടോ.
അങ്ങനെ ബീച്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഗെയിമിൻ്റെ പരിപാടിക്കാണ്ട് ഇറങ്ങാൻ പോകട്ടെ. ഇവൾക്ക് ഒരേ നിർബന്ധം അവിടേക്ക് പോകണം, അന്ന് ഗെയിം കളിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ആയിക്കോട്ടെ, കാരണം ഇവിടെ പ്രത്യേകിച്ച് വേറെ ഒന്നും നമുക്കിനി ചെയ്യാനില്ല, എന്നാൽ പിന്നെ അങ്ങനെ ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി. താഴോട്ട് ഇറങ്ങി വന്നാൽ പിന്നെ ഫുള്ള് ഗെയിമിൻ്റെ റൈഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെയായിരുന്നു, ഫുള്ള് കളർഫുൾ ലൈറ്റുകളും. ഇവിടേക്കൊക്കെ സത്യം പറയാമല്ലോ, ഇവിടെ പിള്ളേരൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ലപോലെ എൻജോയ് ചെയ്യാം കേട്ടോ. പിള്ളേരുള്ള ആൾക്കാരുകളൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് എന്തായാലും വന്നു, കാരണം അവർക്ക് ഇവിടെ ഒരുപാട് ഗെയിംസ് ഉണ്ട് കളിക്കാനായിട്ട്. എന്നാൽ വലിയ പൈസയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കൊരു 2 കാർഡ് അവിടുന്ന് വാങ്ങാം, അത് ഫ്രീ ആണ്. ആ കാർഡിൽ നമുക്ക് എത്രയാണോ റീചാർജ് ചെയ്യേണ്ടത് ആ പൈസ നമുക്ക് റീചാർജ് ചെയ്യാം. ഒരു 10 പൗണ്ടോ, ഒരു കാർഡിൽ 10 പൗണ്ട്, വേറെ കാർഡിൽ 10 പൗണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാർഡിൽ തന്നെയായിട്ട് പൈസ കയറ്റണമെങ്കിൽ അങ്ങനെയും കയറ്റാം. ഇപ്പോൾ 2 പേര് 3 പേരായിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 3 കാർഡ് വാങ്ങിയിട്ട് അതിൽ 3 റീചാർജ് ചെയ്തിട്ട് ടാപ്പ് ചെയ്യാം. ഇവരൊക്കെ ഫുൾ ടാപ്പ് ചെയ്തിട്ടാണ് ഓരോ ഗെയിമുകളും നമ്മൾ കളിച്ചു തുടങ്ങാം. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കായിട്ട് 2 കാർഡ് വാങ്ങിയിട്ടാണ് 2 പേർക്ക് ഒരുമിച്ച് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2ൽ ഞങ്ങൾ 10 പൗണ്ട് 10 പൗണ്ട് വെച്ച് കയറ്റി. വന്ന സ്ഥിതിക്ക് ജസ്റ്റ് ഒരു ഗെയിം കളിക്കാമെന്ന് വിചാരിച്ച് കളിച്ച് നോക്കിയ കേട്ടാ സംഭവം. പക്ഷെ അത് എന്താ പറയുക, ആ ഗണ്ണിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട് നമ്മൾ ഈ PS5 കളിക്കുന്നത് പോലെ. പിള്ളേർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അടുത്ത ആളെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുത്തെ ഗെയിമുകൾ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ആകെ 2 ഗെയിമൊന്നുമില്ല, ഞങ്ങൾ ഒരുപാട് ഗെയിംസ് കളിച്ചു. പിന്നെ നമ്മൾ വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ടാണ് അതൊന്നും കാണിക്കാതിരുന്നത്. ഇനിയിപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ടായിട്ട് പോകാൻ പോകുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അപ്പം എന്നാൽ പിന്നെ അങ്ങോട്ട് പോവാം എന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെ പെട്ടെന്ന് സൺസെറ്റ് ആവില്ല, വിൻ്ററായ കാരണം കൊണ്ട് തന്നെ ഒരു 4:30-5 മണിയോട് കൂടി സൺസെറ്റ് ആവാണ്. പിന്നെ ഇരുട്ടാവണേ മുന്നേ തെറിക്കാമെന്ന് വിചാരിച്ചു.
ഇത് ആ സ്ട്രീറ്റിൽ തന്നെയുള്ള വേറൊരു മാളാട്ടാ. അവിടെ ആകെ ഒരു മാളുള്ളൂ. അപ്പോൾ അത് ക്രിസ്മസ് ആയിട്ട് തന്നെ അതെ ഫുൾ ലൈറ്റും സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് തന്നെ ഒരു നല്ല ഒരു ഗോൾഡൻ തീം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ മെറ്റിലൊക്കെ കയറിയിട്ട് റാപ്പൊക്കെ കഴിച്ചു കേട്ടോ, ചിക്കൻ്റെ റാപ്പ്. അതൊക്കെ കഴിച്ച് അവസാനം ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അങ്ങ് ഇറങ്ങി. ഇപ്പം ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടാ ഇവിടെ. പെട്ടെന്ന് തന്നെ ഈ ക്ലൈമറ്റ് ആണ് മാറി, പെട്ടെന്ന് ഇരുട്ടായിട്ടാ. അതേപോലെ തന്നെ ചെറിയ പൊടിമഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഈ ഇവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊടിമഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും, പെട്ടെന്നൊന്നും മഴ പെയ്തിട്ട് പോവില്ല. അന്നാറ് തണുപ്പാണ്, പിന്നെ ചെറിയൊരു കാറ്റും ഈ പൊടിമഴ ഉണ്ടെങ്കിൽ നടക്കാൻ നല്ല വൈബാണ്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക, സ്ട്രീറ്റ് കൂടെ അങ്ങോട്ട് നടക്കാൻ തന്നെ കാഴ്ചകളൊക്കെ കണ്ട്. അത്യാവശ്യം കുറച്ച് മഴ പെയ്തു കേട്ടോ. കാരണം കണ്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വെള്ളമൊക്കെ ഇത്തിരി അത്യാവശ്യമായത്. എൻ്റെ ഷോപ്പുകളൊക്കെ പൂട്ടി, ആൾക്കാരൊക്കെ ക്ലോസ് ചെയ്യാണ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ സ്ട്രീറ്റ് കൂടെ ഇപ്പോൾ ഉള്ളത്. അത്യാവശ്യം മഴയും പെയ്തു, ക്ലൈമറ്റൊക്കെ മാറി, നല്ല തണുപ്പായിട്ടാണ്. പിന്നെ നടന്ന് നീങ്ങുമ്പോണ്ടാ നല്ല വലിയൊരു ക്രിസ്മസ് ട്രീ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ലൈറ്റും കാര്യങ്ങളും വാമലൈറ്റൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുക കേട്ടോ. നമ്മളിപ്പോൾ ഇനിയിപ്പോൾ സ്റ്റേഷൻ തപ്പി നടക്കുകയാണ്. ഇനിയിപ്പോൾ സ്റ്റേഷനിൽ കയറുക, പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കുക, പോവുക, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അങ്ങനെ നമ്മുടെ സൗത്ത് എൻഡ് സ്റ്റേഷൻ എത്തിയിട്ടാ. കണ്ടില്ലേ, ഫുള്ള് മരങ്ങളൊക്കെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ സമയത്തൊക്കെ നല്ല തണുപ്പുണ്ട്. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നമ്മുടെ ട്രെയിൻ ഇപ്പോൾ വരും കേട്ടോ. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിൽ ട്രെയിൻ നമ്മളിപ്പോൾ വരും. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ എത്തിയിട്ടാ. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ യാത്ര പരിപാടികളെല്ലാം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ പോയ നമ്മുടെ സൗത്തിൻ്റെ ആ ചെറിയ ബീച്ച്, പിന്നെ സ്ട്രീറ്റ് കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ മാക്സിമം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം. ഓക്കെ.